നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായില്ലേ, അപ്പോൾ അമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ വൈകുന്നേരം ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡിൽ വരുന്ന ബ്രൗൺ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ഓരോ ബ്രെഡിനെയും രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം കേട്ടോ, ഒരു സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബാറ്റർ ഉണ്ടാക്കണം. നമ്മൾ ബ്രെഡ് ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബൗളെടുത്ത് അതിനകത്തേക്ക് 1/4 കപ്പ് കടലമാവ് ഇട്ടു. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ ഇടിയപ്പവും അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കായം, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കായം, പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യ്, ഈ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു ബാറ്ററാക്കി എടുക്കണം. സാധാ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, പച്ചവെള്ളമാണ്, ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു മാവായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇതിനകത്ത് മുക്കി പൊരിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിനകത്ത് നല്ലപോലെ കോട്ടായി ഇരിക്കുന്ന രീതിയിലുള്ളൊരു മാവായിരിക്കണം. വെള്ളം എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന കടല മാവിൻ്റെയും അരിപ്പൊടിക്കൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത് കേട്ടോ, ഇത്രയും തിക്കായിരിക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇതിനകത്ത് മുക്കി ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ആക്കി ഇട്ടിട്ടുണ്ട്. ഓരോ ബ്രെഡ് പീസും എടുത്ത് നല്ലപോലെ ഈ മാവ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാണ്ടിടണേ. ബ്രെഡ് ഇതിനകത്ത് മുക്കി വെക്കരുത് ഒരുപാട് സമയം, പെട്ടെന്ന് അങ്ങ് കുതിർന്നു പോകും. ഒരു മീഡിയം ചൂടിൽ കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്നാവും കേട്ടോ, കാരണം ഉള്ളിലൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ആ പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് മൊരിഞ്ഞ് വരണം. നല്ലൊരു ഗോൾഡൻ കളറിലായാൽ മതി. ഇതായിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ബ്രെഡ് ബജിയുടെ മാവിൽ ചിലർ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ ഒരു നുള്ള അയമോദകം, കുറച്ച് സവോള, അങ്ങനെ പല രീതിയിലും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാടൻ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ബ്രെഡ് ബജിയിൽ ഇതൊന്നും ചേർക്കില്ല. ഈ കടലമാവും അതിനകത്ത് നമ്മൾ ഈ കാണിച്ച പോലുള്ള സ്പൈസസും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 8 മുതൽ 10 വരെ ബ്രെഡ് ബജി എനിക്ക് ഈ മാവ് ഞാൻ കാണിച്ച മാവ് വെച്ചിട്ട് ആ ഒരളവിൽ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചായയുടെ കോഫിയുടെ ഒക്കെ കൂടെ നല്ല ചൂട് ഒരു പീസ് ബ്രെഡ് ബജിയും കൂടി ആവുമ്പം അടിപൊളിയാണ് കേട്ടോ. ഇതിന് സൈഡ് ഡിഷായിട്ട് ചട്നിയുടെയും സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെഡ് ബജി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.